ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ PSCയുടെ ഈ ഒരു എക്സാമിൻ്റെ ഇലക്ട്രിക്കൽ ടോപ്പിക്സിനെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്സിലേക്കൊന്ന് പോയാലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാം ആണെങ്കിലും ഇലക്ട്രിക്കൽ എന്നുള്ള എല്ലാ ജനറൽ എക്സാംസ് ആണെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ ബേസിക്സ് എപ്പോഴും നമ്മൾ പക്കയായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എഞ്ചിനീയറിംഗ് വിഷയത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമുള്ളതല്ല, കോമൺ ആയിട്ടുള്ള ഒരു എക്സാമാണ്. സോ ഇതിൽ തന്നെ ഔട്ട് ഓഫ് 100 ഒരു 20 മാർക്സ് മാത്രമാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുന്നത്. സോ അപ്പോൾ എല്ലാ ബ്രാഞ്ചസിലും കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചസിൻ്റെയും എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെയും ബേസിക്സ് എപ്പോഴും പക്കയായിരിക്കണം. സോ അവർ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതും നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിലബസിൽ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതും കൂടുതലും എന്താണ്, ബേസിക്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. സോ അതിലാണ് ആദ്യം വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ DC സർക്യൂട്ട്സിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കിർച്ചോഫ്സ് ലോ, അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ കീഴിൽ വരുമ്പോഴത്തേക്കും എന്താണ്, MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, എന്താണ് കമ്പാരിസൺ ബിറ്റ്വീൻ നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. സോ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിപ്പോൾ പേരെടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ബട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ചിലപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഒരു എക്സാമിന് പോലും നമുക്ക് PSCയുടെ സൂപ്പർവൈസർ ലെവൽ കാറ്റഗറി എക്സാംസിൽ പോലും ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസാണ്. അതും വളരെ ബേസിക് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര എന്നുള്ളതിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഓംസ് ലോയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഓംസ് ലോ ആണെങ്കിലും കിർച്ചോഫ്സ് ലോ ആണെങ്കിലും എന്ത് ലോസ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം PSCയുടെ രീതി മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. റീസെൻ്റായിട്ട് വരുന്ന പല ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ പല എക്സാംസിനും കണ്ടുവരുന്നൊരു കാഴ്ചയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് എന്താണ്, ഒന്നല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് 1 and 2 ആർ റൈറ്റ്, അല്ലെങ്കിൽ 1 ഈസ് റൈറ്റ് ആൻഡ് 2 ഈസ് റോങ് എന്നുള്ള രീതിയിൽ മാറ്റിയും മറിച്ചും എല്ലാം ചോദിക്കാൻ പറ്റും. സോ ആ രീതിയിൽ നമ്മൾ ബേസിക്സ് പക്കയാക്കുക. ബേസിക്സ് പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്, നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു 20 മാർക്ക് വരുന്ന ഒരു പോർഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു 5 to 7 അല്ലെങ്കിൽ 10 വരത്തില്ല, മാക്സിമം ഒരു 5 to 7 റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ബാക്കി എല്ലാം പക്ക ബേസിക്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ബാക്കി വരുന്ന എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്താ, നമ്മുടെ ഫാരഡേസ് ലോസ്, ലെൻസസ് ലോസ് ആൻഡ് അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള EMFൻ്റെ കാര്യങ്ങൾ, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, പിന്നെ എന്താ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക്സും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലും കൂടെ നോക്കി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ബൾബ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണെങ്കിൽ ബൾബ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വരാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഓംസ് ലോയുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത് വയറിൻ്റെ ലെങ്ത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തില്ലേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വന്നിട്ടുണ്ട്. സോ അടുത്ത് വരുമ്പോഴത്തേക്കും എന്താണ്, AC ഫണ്ടമെൻറ്റൽസ് ആണ് അടുത്ത് വരുന്നത്. AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെൻറ്റൽസ്. അതിൽ വരുന്നത് എന്താ, ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ACയുടെ ജനറേഷൻ ഉണ്ട്. ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ആൻഡ് അതിൻ്റെ വേവ് ഫോംസ്, അതിൻ്റെ ഫ്രീക്വൻസി പീരീഡ്, അതായത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫ്രീക്വൻസി, ടൈം പീരീഡ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൈൻഡിൽ കാണേണ്ട വെച്ചാൽ എല്ലാ ഇലക്ട്രിക്കലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ടേംസ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെയൊക്കെ എന്താ യൂണിറ്റ്സ്, യൂണിറ്റ്സ് തന്നെ നമുക്ക് പല രീതിയിലൊക്കെ ചോദിക്കാം. ഇപ്പോൾ ടെസ്ല തന്നെ നമുക്ക് വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ പറയാറില്ലേ. സോ ആ രീതിയിൽ പല രീതിയിലും ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട്. വളരെ സിമ്പിളെന്ന് നമുക്ക് തോന്നി നമ്മൾ വിട്ട് കളയാവുന്ന, എന്നാൽ ഒന്ന് നമ്മളെ കുഴപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് പിന്നെ വരുന്നത് എന്താണ്, കൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ്, പവർ ആൻഡ് പവർ ഫാക്ടർ ഇൻ AC സർക്യൂട്ട്സ്. പിന്നെ എന്താണ് അതിൻ്റെ ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ. നമുക്കറിയാമല്ലോ, നമ്മുടെ പവർ ട്രയാങ്കിളും കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ. സോ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ആൻഡ് ഇതിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ
ഇമ്പിഡൻസിൻ്റെയും അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെയൊക്കെ വാല്യൂസ് നമ്മുടെ റെസണൻസ് റിലേറ്റഡ് ആയിട്ട് ഓക്കെ RLC സർക്യൂട്ട്സ് ഒക്കെ വരത്തില്ല നമ്മുടെ RL LC RLC സർക്യൂട്ട്സ് ഒക്കെ അല്ലേ ഇതിൻ്റെ ഈ സമയത്ത് ഈ സർക്യൂട്ട്സിൻ്റെ എല്ലാം സീരീസ് റെസണൻസ് പാരലൽ റെസണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സമയത്തുള്ള ഇമ്പിഡൻസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഐഡിയ കോൺസെപ്റ്റ് നിങ്ങൾ മൈൻഡിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ ആ പോർഷൻസ് നിങ്ങൾ നോക്കണം പിന്നെ വരുന്നത് 3-phase സിസ്റ്റംസ് ഓക്കെ 3-phase സിസ്റ്റംസിൽ ജനറേഷൻ ഓഫ് 3-phase വോൾട്ടേജസ് എങ്ങനെയാണ് നമ്മൾ 3-phase വോൾട്ടേജിൻ്റെ ജനറേഷൻ കാര്യങ്ങളും വരുന്നത് പിന്നെന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് 3-phase സിസ്റ്റം 3-phase സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് പിന്നെ 3-phaseൽ തന്നെ എന്താണ് നമുക്ക് സ്റ്റാർ ഡെൽറ്റ അങ്ങനെയുള്ള 2 ടൈപ്സ് ഉണ്ട് ആൻഡ് ഇതിൻ്റെ കമ്പാരിസൺസ് ഇതിൻ്റെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്താണ് നമ്മുടെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ ഇക്വേഷൻസും കാര്യങ്ങൾ ഇതിൻ്റെ എന്താണ് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ് രണ്ടിലേമുള്ള ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസിൻ്റെ റിലേഷൻസ് ലൈൻ ആൻഡ് ഫേസ് കറൻസിൻ്റെ കാര്യങ്ങൾ ബാലൻസ്ഡ് ലോഡുള്ള മെയിനായിട്ട് നമ്മൾ ബാലൻസ്ഡ് ലോഡ്സിലെയാണ് ഇത് കൺസിഡർ ചെയ്യാറുള്ളത് ഓക്കെ അൺബാലൻസ്ഡ് നമുക്ക് അത്രയും ഡെപ്തിൽ വരേണ്ടി വരുന്നില്ല ബട്ട് സ്റ്റിൽ ഒന്ന് നോക്കുന്നതിൽ തെറ്റില്ല ഓക്കെ ബേസിക്കായിട്ട് നമ്മൾ ആ ഒരു ബാലൻസ്ഡിൻ്റെയാണ് മെയിനായിട്ട് നോക്കേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ജനറേഷൻ ഓഫ് പവർ ജനറേഷൻ്റെ കൺവെൻഷനിലും നോൺ കൺവെൻഷനിലും അതിൽ തന്നെ നമുക്ക് പല രീതിയിൽ ചോദ്യങ്ങൾ വരാം നമ്മൾ ചിലപ്പോൾ ഈസി ആയിട്ട് വിട്ട് കളയുന്നത് നമുക്കറിയാം സോളാർ അല്ലെങ്കിൽ വിൻഡ് അല്ലെങ്കിൽ നമ്മുടെ തേർമൽ അതല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അല്ലെങ്കിൽ അറ്റോമിക് റിലേറ്റഡ് ആയിട്ടുള്ള പവർ ജനറേഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം പക്ഷേ ഇതിൽ തന്നെ വരുന്ന ചെറിയ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെർച്ച് ടാങ്കിൻ്റെ പർപ്പസ് എന്താണ് വാട്ടർ ഹാമർ എന്താണ് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ഒരു സോളാർ സെല്ലിൻ്റെ ആണെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ പാനലിൻ്റെ കോമ്പോസിഷൻ അതല്ലെങ്കിൽ സെല്ല് എത്ര വോൾട്ടായിരിക്കും ഒരു ചെറിയൊരു സെല്ലിൽ നിന്ന് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു അറ്റോമിക് പവർ സ്റ്റേഷൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും ഇതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ആൻഡ് ഓരോ ഇത് റിയാക്ടറിൽ തന്നെ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ യൂസ് എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഈ രീതിയിലുള്ള നമ്മുടെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ആൻഡ് ഇത് കൂടാതെ തന്നെ എന്താണ് നമ്മുടെ തേർമൽ ആണെങ്കിലും വിൻഡ് ആണെന്നുണ്ടെങ്കിലും അതിലെല്ലാം ആ മൈന്യൂട്ടായിട്ടുള്ള ഓരോ നമ്മുടെ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിൽ തന്നെ വളരെ മൈന്യൂട്ടായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതുണ്ടാകും ഓക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ കൂടുതൽ നിങ്ങൾ ഈ കാട് കയറി പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ തന്നെ ടേംസും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക ഓക്കെ ആൻഡ് ഫൈനലി ഇലക്ട്രിക്കൽ മെഷീൻസ് ഓക്കെ മെഷീൻസിൻ്റെ അതായത് AC മെഷീൻസ് DC മെഷീൻസ് രണ്ടും നോക്കുക ഇതിൽ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സും ജനറേറ്റേഴ്സും മോട്ടോഴ്സും എല്ലാം വരുന്നുണ്ടാവും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതുപോലെ എന്താണ് ഇത് സിംഗിൾ ഫേസ് 3 ഫേസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനായിട്ട് ഇതിൻ്റെ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഇതെല്ലാം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ടേംസ് അതിൻ്റെ യൂണിറ്റ്സ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഇപ്പോൾ സ്പീഡ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് EMF കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക പിന്നെ നമ്മുടെ എന്താണ് പറയുന്നത് ആർമേച്ചർ റിയാക്ഷൻ പിന്നെ കമ്മ്യൂട്ടേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എല്ലാം ഒന്നും കൂടെ നോക്കി വയ്ക്കുക ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വയ്ക്കുക ഓക്കെ ഇതുവരെ ഞാൻ പറഞ്ഞത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ആളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് ഇനി ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു വേറൊരു ട്രേഡിൽ നിന്ന് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അതല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് സൈഡിൽ നിന്നുള്ള ഒരു എഞ്ചിനീയർ ആണ് എന്നുണ്ടെങ്കിൽ അവർ നോക്കേണ്ടത് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് ചിലപ്പോൾ ഇൻഡെപ്ത് ഒരു ഇലക്ട്രിക്കൽകാരനെ പോലെ ഈ ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളിലും നോളജ് ഉണ്ടാവണമെന്നില്ല ബട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ 11-12 ക്ലാസ്സുകളിലൊക്കെ ഫിസിക്സിനും കാര്യങ്ങളൊക്കെ തൊട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബേസിക് ഇലക്ട്രിക്കലിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ കുറച്ച് അഡീഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ സോ അതൊക്കെ തന്നെ ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക ബേസിക് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഫസ്റ്റ് ഇയറിൻ്റെ എസ്പെഷ്യലി നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ബുക്കുകൾ ഉണ്ടാവുമല്ലോ പലരുടെയും എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ഇയർ ബുക്കുകൾ ഉണ്ടാവും ആ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങളൊന്ന് പൊടികെട്ടി എടുക്കുക അതിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഔട്ട് ഓഫ് 20 ഓക്കെ ഓരോ സബ്ജക്ട്സും ഔട്ട് ഓഫ് 20 വരുന്നത് അപ്പോൾ ഇതിൽ ഇലക്ട്രിക്കലിലെ 20 ഒരു 15 നിങ്ങൾക്ക് ബേസിക്സ് നിങ്ങൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബേസിക്സ് തറ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ
ഇത് ഇലക്ട്രിക്കലിൻ്റെ കാര്യം മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എപ്പോഴും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 5% ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരാൻ സാധ്യതയുള്ളത്. ഔട്ട് ഓഫ് 20 ഒരു 5 ആയിരിക്കും വരാൻ സാധ്യതയുള്ളൂ മാക്സിമം. അതിൽ കൂടുതലൊന്നും വരാൻ സാധ്യതയില്ല. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി മാറിയിട്ടുണ്ട്. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ PSC ക്വസ്റ്റ്യൻ്റെ ഒരു സമീപനം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളാം, എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. വളരെ എന്താ പറയുന്നത് ചെറിയ സെക്ഷനിലേക്കുള്ള സെക്ഷനിൽ ഐ മീൻ വളരെ ചെറിയ പോസ്റ്റിലേക്കുള്ള എക്സാംസിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ബേസിക്സ് പക്കയാണെങ്കിൽ മാത്രമേ അവർ തിരിച്ചും മറിച്ചും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിലാണ് നമ്മൾ പാതി വിജയിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും പറ്റുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ അവരെന്താ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. ഓക്കെ. സോ ഐ തിങ്ക് ഐ എം ക്ലിയർ. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ഒരു 4 മേജറായിട്ടുള്ള, ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC ഫണ്ടമെൻ്റൽസ്, 3 phase systems ആൻഡ് ജനറേഷൻ ഓഫ് പവർ ആൻഡ് ഫൈനലി ഇലക്ട്രിക്കൽ മെഷീൻസ്. ഈ ഒരു 6 സെക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഒന്നുകൂടെ എടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു നല്ല രീതിയിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ബുക്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പാസ് ഔട്ടായിട്ടുള്ളവർ ഒരുപാട് വർഷം കഴിഞ്ഞവരുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്കുകൾ റെഫർ ചെയ്യാം. VK മേത്തയുണ്ട്, VK മേത്തയുടെ ബുക്കുണ്ട്, തെരേസയുടെ ബുക്കുകളുണ്ട്, ബാബുച്ചൻ്റെ ബുക്കുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ തെരേസയുടെയും അതുപോലെ VK മേത്തയുടെ ബുക്കുകളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അവരുടെ കാലയളവിൽ. ഓക്കെ. സോ അപ്പോൾ അതൊക്കെ റെഫർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും. ആക്ച്വലി ഇതിലെല്ലാം ഡീറ്റെയിൽ നോളജസ് ഉണ്ടാവും. ഓക്കെ. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് ഒരു എന്താ പറയുന്നത് ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് എന്തായാലും നിങ്ങൾക്ക് സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിൽ തന്നെ മേജറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഏതൊരു ടോപ്പിക്കാണെങ്കിലും ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന പോകുന്നതും എല്ലാം ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. സോ അപ്പോൾ ഈ ബുക്സൊക്കെ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാം. ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IAയുടെ അതായത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുന്നത് ഒരു പാസ്റ്റ് ഇയറിൽ എങ്ങനെയാണ് ചോദിച്ചത്, പാസ്റ്റ് ഇയറിൽ ഐ മീൻ പാസ്റ്റ് ടൈമിൽ എങ്ങനെയാണ് ചോദിച്ചത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ആൻഡ് ഇത് കൂടാതെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അതിൻ്റെ ഇലക്ട്രിക്കൽ പോർഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് നോക്കാം. ആൻഡ് PSCയുടെ തന്നെ പോളി ലെക്ചർ എക്സാമിൽ എല്ലാ ബ്രാഞ്ചസിൻ്റെ എക്സാംസിലും കുറച്ച് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലെയും ക്വസ്റ്റ്യൻസ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം അത് 2016 നടന്നൊരു എക്സാമാണ്. എന്നാലും ആ ഒരു 2016-15 കാലയളവിൽ നിന്നാണ് ഈ പറയുന്ന പോലെ ആ ഒരു ഫേസ് അല്ലെങ്കിൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ മോഡലൊക്കെ ഒന്ന് മാറി തുടങ്ങിയത്. 2016 ശേഷമാണ് മാറി തുടങ്ങിയിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതുതൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2016 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് അതിന് ശേഷമുള്ളത് നോക്കുമ്പോഴത്തേക്കും എന്താണ് PSCയുടെ ഒരു മാറ്റം വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഫൈനലി റീസെൻ്റ്ലി നടന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. അതും കൂടെ നിങ്ങൾ നോക്കുക. ഓവർസിയർ കാറ്റഗറി അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ കാറ്റഗറി ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ PSCയുടെ റീസെൻ്റായിട്ട് വന്ന എക്സാംസാണ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഒരുപാട് റീസെൻ്റ്ലി ഉള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പോലും ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻസിൽ പോലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവർ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസ് ആയിരിക്കും അത്. ഓക്കെ. ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് ബാക്കിയുള്ള എല്ലാം പഠിച്ച് സ്റ്റിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ SSC JEE ആൻഡ് RRB JEE എക്സാംസ്. ഓക്കെ. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായി വർഷമുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഐ ഹോപ്പ് എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.